ഹലോ, അനാമിസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ചക്ക കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് എൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിന് വേണ്ട തേങ്ങ, ജീരകം, ഏലക്ക. ഇത് ഏലക്കയും ജീരകവും 1/4 ടീസ്പൂണാണ് എടുക്കേണ്ടത്. ഏലക്ക പൊടിച്ചതല്ല എങ്കിൽ 2-3 കഷ്ണം ഇടാവുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്താണ് അരച്ചത്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്താണ് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുത്ത പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡലി പാത്രത്തിലാണ്. ഇഡലി പാത്രത്തിൽ നല്ല നെയ്യൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയൊരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സാധനം റെഡിയാകും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം മാറ്റാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം 15-20 മിനിറ്റ് ഞാൻ പറഞ്ഞുവെങ്കിലും നമ്മൾ ഒഴിക്കുന്ന മാവിൻ്റെ തിക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ സാധനം റെഡിയായിട്ട് വരാൻ. അപ്പോൾ കുറച്ച് ടൈം കൂടും. ഞാനിപ്പോൾ ഒഴിച്ച മാവിൻ്റെ തിക്ക് അനുസരിച്ചാണെങ്കിൽ എനിക്കൊരു 30-35 മിനിറ്റ്സ് വരെ എടുത്തു ഇതൊന്ന് റെഡിയായി വരാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.